ഹലോ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മുഖം പെട്ടെന്ന് നിറം വെക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ്. ഒറ്റ യൂസ് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ വീഡിയോൻ്റെ അവസാനത്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ഡിഫറൻസ്. ഞാനിത് ജസ്റ്റ് ഹാൻഡിൽ കാണിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ്. ഇത്തരം ബ്യൂട്ടി ടിപ്സ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ എല്ലാവരുടെ വീട്ടിലെടുക്കലേ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ തക്കാളി, വലിയ തക്കാളിയാണ്, അതിൻ്റെ പകുതി മാത്രം മതി. അത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഇതേപോലെ ഒരു ചെറിയ പീസ് ഉരുളക്കിഴങ്ങാണ്, അതും കൂടി മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് രണ്ടും കൂടി നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ആഡ് ചെയ്യാൻ പാടില്ല. വെള്ളത്തിന് പകരം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം നമ്മുടെ റൈസ് വാട്ടർ ഉണ്ടല്ലോ, നമ്മൾ ചോറ് വെച്ചിട്ട് ഊറ്റിയെടുക്കുന്ന ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് എടുക്കുക നിങ്ങൾ. അത് ഉപയോഗിച്ചിട്ട് വേണം നമ്മളിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. റൈസ് വാട്ടറിൻ്റെ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് അറിയായിരിക്കും. കൊറിയൻ ഗ്ലാസ് സ്കിന്നിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ബൈൻഡിങ് ഏജൻറ്റായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഒരു പൊടി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് കടലമാവ് ആഡ് ചെയ്യണമെങ്കിൽ കടലമാവ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ മാവാണെങ്കിൽ ഗോതമ്പിൻ്റെ മാവ് ആഡ് ചെയ്യുക. ഇത് രണ്ടിൽ ഏതാ നിങ്ങൾക്ക് സ്യൂട്ടാകുന്നത്, നിങ്ങളുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ അതെടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ അടിച്ച് പിടിച്ച ഈ ഒരു മിക്സ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണിത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്യാൻ പറ്റും. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. പുറത്തുനിന്ന് അങ്ങനെ പ്രത്യേകിച്ച് വാങ്ങി ആഡ് ചെയ്യേണ്ട ഒരു സാധനം ഇതിൽ ഇട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റിസൾട്ടാണ്. നല്ല മുഖം നല്ലൊരു ഗ്ലോ വരാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. പെട്ടെന്ന് ടാന് മാറാൻ വേണ്ടിയിട്ടെല്ലാം ഇത് സഹായിക്കും കേട്ടോ. ഇതുപോലെ നമ്മളൊന്ന് ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയെടുത്തതിന് ശേഷം മുഖം നല്ലോണം ഒന്ന് കഴുകി തുടച്ചെടുക്കുക. അതിനുശേഷം ഫേസിലേക്ക് 2 മിനിറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും മസാജ് കൊടുക്കണം. 2 മിനിറ്റ് മസാജ് കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങളിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് ജസ്റ്റ് ഒന്ന് വാരി തേച്ച് കഴുകി കളയാമെന്ന് പറയുന്ന പരിപാടിയാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ടൊന്നും കിട്ടില്ല. അപ്പോൾ ഇതൊരു 20 മിനിറ്റ്സ് നമ്മൾ ഫേസിലേക്ക് വെക്കുക. 20 മിനിറ്റ്സിന് ശേഷം മാത്രം നമ്മളിത് കഴുകിക്കളയുക. അപ്പോൾ കഴുകിയെടുക്കുന്ന സമയത്ത് നിങ്ങൾ ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വേണം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒറ്റ യൂസിൽ തന്നെ മുഖത്ത് വരുന്നൊരു ഗ്ലോ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് മുഖത്ത് അലർജി ആയിട്ട് ഉണ്ടാക്കുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ കയ്യിൽ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. ഞാൻ അപ്ലൈ ചെയ്ത കൈയും ചെയ്യാത്ത കൈയും തമ്മിലുള്ള ആ ഒരു ഗ്ലോൻ്റെ ഡിഫറൻസ് കണ്ടോ, നല്ലൊരു റിസൾട്ടാണ് കിട്ടുക. നിങ്ങൾക്ക് ഇത് ഡെയിലി വേണമെങ്കിൽ ഡെയിലി ചെയ്യുക, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം വെച്ച് ചെയ്യുകയാണെങ്കിൽ മുഖത്ത് പെർമനൻ്റ് ആയിട്ട് നല്ലൊരു ഗ്ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറ്റ്ലീസ്റ്റ് 25 മിനിറ്റെങ്കിലും നിങ്ങളിത് ഫേസിൽ വെക്കണം. പിന്നെ നല്ല സമയമുള്ളവരാണെന്നാണെങ്കിൽ അത്യാവശ്യം നല്ലോണം ഡ്രൈ ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം കഴുകിക്കളയുക. ഇത് നിങ്ങൾ ചെയ്യുന്നേരം എപ്പോഴും പുറത്ത് വെയിലത്തൊന്നും ഇറങ്ങാത്ത സമയത്ത് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന വൈകുന്നേരങ്ങളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ചെയ്യുമ്പോൾ ഒരു ടൈം കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അതെപ്പോഴും വൈകുന്നേരം ആവുന്നതാണ് നല്ലത്. കാരണം പിന്നെ നമ്മൾ പുറത്തൊന്നും ഇറങ്ങാണ്ട് ഉറങ്ങാന്നുള്ള പരിപാടി മാത്രമുള്ള ആ ഒരു സമയത്ത് നിങ്ങളിത് ചെയ്യാമെന്നാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ്. എപ്പോഴും ചെയ്യുന്നത് ഒരേ സമയം കീപ്പ് ചെയ്തിട്ട് ചെയ്ത് വെക്കുക എന്നാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.